നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഡിസംബർ മാസം 22-ാം തീയതി 1201-ാം ആണ്ട് ധനുമാസം 7-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാട നക്ഷത്രം പൊതുവെ ശുഭനക്ഷത്രങ്ങളിൽ പെടുന്ന ഒന്നാണ് ഉത്രാടം. ഉത്രാട നക്ഷത്രം, ശുഭദിനം തിങ്കളാഴ്ച, ഇതെല്ലാം ഒത്തു വന്നിരിക്കുന്ന നല്ലൊരു ദിവസമാണ്. നമുക്ക് ഒരു ആഴ്ച ആരംഭം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് സന്തോഷത്തോടു കൂടി ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടോ അതും, നമുക്ക് പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതും, ആരെങ്കിലും മീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും ഒക്കെ ചെയ്തുകൊള്ളുക. കാരണം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുകൂലപ്രദമാണ്. അനുകൂലപ്രദമായ ദിവസം കിട്ടുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് അനുകൂലപ്രദമായി മാറും. അതുകൊണ്ടാണ് ഈ രാവിലെ 6 മണിക്ക് നിങ്ങളെ മുമ്പിൽ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് എത്തിക്കണേ. ശുഭമാണോ അല്ലയോ എന്ന് നമ്മളെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇത് അയച്ചു തരണേ. അപ്പോൾ നമുക്ക് കൊള്ളാത്ത ദിവസമാണെങ്കിൽ നമ്മൾ ശ്രദ്ധയോടുകൂടി ഇന്നത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഇന്നത്തെ ദിവസമൊക്കെ നിങ്ങൾക്ക് അനുകൂലപ്രദമായതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇന്നത്തെ ദിവസത്തെ മാക്സിമം യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ധനുമാസത്തിലെ ഉത്രാട നക്ഷത്രം ബർത്ത് ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ്. പ്രത്യേകിച്ച് ചില കാര്യങ്ങൾക്ക് ഈ വർഷം നിങ്ങളെ കൂടുതൽ സഹായിക്കും. ഒന്ന്, വീട് വെക്കാനോ വീട് വാങ്ങാനോ ശ്രമിക്കുന്നവർക്ക്, അത്തരം ഒരു ദൗത്യവുമായി പ്രവർത്തിക്കുന്നവർക്ക് ധൈര്യമായി ഈ വർഷം നിങ്ങൾക്ക് വീട് വെക്കാനോ വീട് വാങ്ങാനോ സാധിക്കും. ഇല്ല, പുതിയ വാഹനം വാങ്ങാനും ആഗ്രഹിക്കുന്നവർക്ക് നല്ല വാഹനം വാങ്ങാൻ സാധിക്കും. ഇതൊന്നുമല്ല, വിദേശ ജോലിക്കോ വിദേശത്ത് പഠിക്കാനോ വിദേശത്ത് ബന്ധു സമേതം നിൽക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക്, വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് നല്ലൊരു സാഹചര്യം ഒരുങ്ങും. നിങ്ങൾക്ക് പോകാൻ സാധിക്കും. പോകുന്നത് വിജയത്തിലേക്ക് വരികയും ചെയ്യും. ഇതെല്ലാം നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. സന്തോഷപ്രദമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കും. മനസ്സിന് സന്തോഷവും സമാധാനവും ഐശ്വര്യവും വന്നു ചേരും. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാഹുകാലം നോക്കുമ്പോൾ നമ്മളെപ്പോഴും രാഹുകാലം നോക്കുന്ന എവിടെയാണ്? നേരെ കലണ്ടറിൽ നോക്കും. കലണ്ടറിൽ നോക്കുമ്പോൾ 7:30 മണി മുതൽ 9 മണി വരെയാണ് തിങ്കളാഴ്ച രാഹുകാലം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാഹുകാലം തുടങ്ങുന്നത് എത്ര മണിക്കാണ്? 8:06 രാഹുകാലം തുടങ്ങുകയുള്ളൂ. ഒരു 36 മിനിറ്റ് കഴിഞ്ഞിട്ടേ രാഹുകാലം സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. 9 മണിക്ക് തീർന്നു എന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങുന്നത് കറക്റ്റ് രാഹുകാല സമയത്താണ്. കാരണം 9:32 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ രാഹുകാലം വളരെ നോക്കി വേണം. രാവിലെ ഓരോ കാര്യത്തിന് ശുഭദിവസമാണ്, ശുഭകാര്യങ്ങൾ നടക്കണം. അത് രാഹു ചുറ്റിക്കാതിരിക്കാൻ വേണ്ടി രാഹുവിൻ്റെ ബന്ധം നിൽക്കുന്ന സമയത്ത് യാത്ര തുടങ്ങാതിരിക്കുക. അവിടെ യാത്ര തുടങ്ങുന്നതിനിടയിൽ രാഹുകാലവും ഗുളികാലവും വരണതൊന്നും നോക്കണ്ട. അതുപോലെ ഒരു ശുഭകാര്യവും ചെയ്യാൻ പാടില്ലാത്ത 2 സമയങ്ങളാണ് ഗുളികകാല സമയവും യമകണ്ഠ കാലസമയവും. ഇന്ന് ഗുളികകാല സമയം വരുന്നത് 1:49 തൊട്ട് 3:14 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 10:57 തൊട്ട് 12:23 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. അഭിജിത്ത് മുഹൂർത്തം 48 മിനിറ്റ് നേരമുണ്ട്. 11:59 തൊട്ട് ആരംഭിക്കും. 12:47 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. അതുപോലെ ഇന്നും നല്ല ദിവസമാണ്. നമുക്ക് സന്തോഷത്തോടുകൂടി രാവിലെ ഇറങ്ങുമ്പോൾ നമ്മൾ
വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. വസ്ത്രം നമ്മളെ പ്രപഞ്ചത്തിൽ നിന്ന് പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് ശോഭിക്കാൻ സഹായിക്കും. വെളുത്ത വസ്ത്രമോ അല്ലെങ്കിൽ പേളിൻ്റെ കളറിലുള്ള വസ്ത്രമോ ഇന്ന് ധരിച്ചുകൊണ്ട് യാത്ര തിരിക്കുന്നത് നമുക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി ഉണ്ടാവാൻ സഹായിക്കും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.